ശാന്തമായ കടലിൽ കപ്പലോടിക്കുന്ന ആർക്കും ഒരു നല്ല നാവികനാകാൻ കഴിയില്ല. ജീവിതത്തിലെ തിരമാലകളും കൊടുങ്കാറ്റുകളുമാണ് നമ്മെ യഥാർത്ഥ പോരാളികളാക്കുന്നത്. ദൈവജനം പ്രകാരം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ബൈബിളിൽ യോസഫിന്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സ്വന്തം സഹോദരന്മാർ അവനെ കുഴിയിൽ തള്ളിയിട്ടു, അടിമയായി വിറ്റു, ചെയ്യാത്ത കുറ്റത്തിന് തടവിലാക്കപ്പെട്ടു. ഒരു വലിയ പ്രതിസന്ധിയുടെ കടലിലൂടെയാണ് അവൻ യാത്ര ചെയ്തത്. എന്നാൽ ആ കഷ്ടതകളൊന്നും അവനെ തകർത്തില്ല. പകരം അവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാകാൻ പ്രാപ്തനാക്കുകയാണ് ചെയ്തത്. ഓരോ ഭാരവും അവനെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വീരനാക്കി മാറ്റി. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളിലെ കരുത്തിനെ പുറത്തെടുക്കാനാണ്. പ്രതിസന്ധികൾ നിങ്ങളെ ഒരു ഇരയാക്കി മാറ്റാനല്ല, മറിച്ച് ഒരു പോരാളിയാക്കി മാറ്റാനാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശീലന കളരിയാണ്. അവിടെ വെച്ചാണ് നാം ലോകത്തിന് മുമ്പിൽ വലിയ സാക്ഷ്യങ്ങളായി മാറുന്നത്. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെടരുത്. യോസഫിനെ താങ്ങിയ ദൈവം നിങ്ങളെയും താങ്ങും. ആ ഭാരങ്ങളെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ചുമക്കുക. താമസിയാതെ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ ദൈവത്തിന്റെ കരുത്തനായ ഒരു വീരനായി, ഹീറോ ഓഫ് ഫെയ്ത്ത്, സാക്ഷ്യം നൽകും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.